അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം, യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് സംശയം ഉണ്ടായി. മത്തായി 3:11-12 വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അപ്പൊ വീശുമുറ ഇങ്ങയുടെ പിന്തുടർച്ചയാണ് ഈശോ എന്ന് വിചാരിച്ചത്. ഇങ്ങനെ വിഷകണ്ട ചുവടിന് കൊടാലി വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ. അപ്പം അതിൻ്റെ പിന്തുടർച്ചയായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ആദ്യം കരുണയല്ലേ കർത്താവ് കാണിച്ച എല്ലാവരോടും. എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളും ചുങ്കക്കാരും സ്വകാര്യ പ്രവേശിക്കുന്നവരെ ഈശോ പറഞ്ഞ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ നോക്കുന്നത് ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും പ്രേരണയും സ്വാധീനവും അവരാ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു. അപ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈശോ അതിനെ എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ഇപ്പം സുവിശേഷത്തിന് ഏറ്റവും വലിയ വിഷയം പശ്ചാത്താപമാണ്. അതുകൊണ്ടാണ് പശ്ചാത്താപത്തെ അവസാനം വരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കള്ളൻ്റെ പശ്ചാത്താപത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണം കണ്ടിട്ടില്ലേ അവിടെ വെച്ച്. അവൻ്റെ മുഴുവൻ സംഭവം എടുത്തൊരു കത്തിച്ച് കളയും. ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസ്ഥലായിരിക്കും എൻട്രി കൊടുക്കണം കണ്ടല്ലേ. പശ്ചാത്താപമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇത് പറയും, ഞാൻ നീതിമാന്മാരെ വിളിക്കാനില്ല, അനുതാപത്തിനായി പാപികളെ അനുതാപത്തിന് ക്ഷണിക്കാനാണ് വന്നിരിക്കണത്. അപ്പം കറക്റ്റല്ലേ സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ ദൗത്യം, മറ്റത് വഴിയൊരുക്കണ കക്ഷി മാത്രമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ നിലപാടിൽ കർത്താവ് ഉറച്ചു നിൽക്കുമ്പോൾ പക്ഷേ യോഹന്നാന് സംശയം ഉണ്ടാവും. എന്താണ് യോഹന്നാൻ വീശുമുറൊക്കെ കൊണ്ടുവന്നിട്ട് വീശുമുറൊന്നും ഇല്ലല്ലോ ഇങ്ങൻ്റെ കയ്യിൽ. അങ്ങനെ എല്ലാവരും കതിരിനെ ഒരുമിച്ച് സ്വീകരിക്കണ പോലെയൊക്കെ യോഹന്നാന് സംശയം തോന്നും. അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ, പുള്ളിക്ക് അങ്ങനെ തോന്നിയതാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. പക്ഷേ എല്ലായിടത്തും കയറി വീശത്തില്ല. കർത്താവ് പറഞ്ഞത് വീശുമുറം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ഈശോ പറഞ്ഞു. എന്താണ്? നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും. അപ്പോൾ വീശുമുറ നടക്കില്ല, അവനവൻ്റെ കയ്യിലാണ് ഇരിക്കണത്, അവനവൻ്റെ വീശുമുറ. എന്താ കാര്യം വെച്ചാൽ നമ്മളൊരു ശിക്ഷ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കുമെന്ന്. എന്താ കാര്യം? വചനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു പോയി. അപ്പോൾ ഏത് ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിലും ന്യായസ്ഥാനപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കെതിരെ ഒരു വ്യക്തിയിൽ തിന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തന്നെയായിരിക്കും അവൻ്റെ വീശുമുറം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്തില്ല. യോഹന്നാൻ പക്ഷേ വീശുമുറ ഇല്ല, എല്ലാവർക്കും ഇങ്ങനെ ചാക്കിരി പാസ് പോലെ ഓൾ പ്രൊമോഷൻ, പാപികളെയും വിശുദ്ധന്മാരെയും എല്ലാത്തിനും ഓൾ പ്രൊമോഷൻ കിട്ടും എന്നൊരു ഐഡിയ തെറ്റിദ്ധരിക്കണയാണ്. ഈ തെറ്റിദ്ധാരണ വരണത് വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഈ നോൻപ് കാലത്തിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഒരു ഇല്ലായ്മക്കാലം, വറുതിക്കാലം വരുമ്പോൾ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോലം പശുക്കളുടെ, മെലിഞ്ഞ പശുക്കളുടെ കാലം എല്ലാവരും മസ്റ്റാണ്. ഐശ്വര്യം, പേര്, പ്രതാപം, ആരോഗ്യമൊക്കെ ഉണ്ട്. അതുപോലെ ഇല്ലാത്ത ഒരു കാലം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. എല്ലാ കാലത്തും ആരോഗ്യം ഉണ്ടാകത്തില്ലല്ല, എല്ലാ കാലത്തും സൗന്ദര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇല്ലായ്മയുടെ കാലം, വറുതിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് സഭ നോൻപ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഇന്ന് നോൻപിന് വേണ്ടി മാത്രമല്ല, ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയാലും, വറുതിക്കാലമായാലും ദൈവത്തെ കൈവിടാതെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൂടുതൽ സുഭിക്ഷിത കാലത്തേക്കാൾ കൂടുതൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു ലക്ഷ്യം, ഉദ്ദേശം. അപ്പോൾ ബൈബിൾ അറിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക നമുക്ക്.